المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. സ്വത്തും സന്താനവും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നു. എന്നാൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിങ്കൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും. സൂറത്തുൽ കഹഫ് സൂക്തം 46. അതെ, പലപ്പോഴും സമ്പത്ത്, പദവി, മക്കൾ തുടങ്ങിയവയൊക്കെയും മനുഷ്യന് അഹങ്കാരത്താൽ കണ്ണ് മഞ്ഞളിക്കാനുള്ള പ്രേരകങ്ങളാണ്. ഈ അധ്യായവും അങ്ങനൊരു കഥ പറഞ്ഞു വെക്കുന്നുണ്ട്. ധിക്കാരിയായ തോട്ടക്കാരന്റെ കഥ. ഐഹിക ജീവിതത്തിന്റെ പൊലിവിൽ മതിമറന്ന് പരലോകവും പടച്ചവനെയും മറന്ന് സഹജീവികളോടുള്ള കരുണയും ബാധ്യതയും മറന്ന തോട്ടക്കാരന്റെ കഥ. അവസാനം റബ്ബ് അഹങ്കാരത്തിന്റെ കുടുമയിൽ പിടുത്തമിട്ടപ്പോൾ ഒക്കെയും നഷ്ടപ്പെട്ട ആർത്തലച്ച തോട്ടക്കാരന്റെ കഥ. മുന്തിരി വിളയും പൂന്തോട്ടം, ഈന്തപ്പനയുടെ പൊൻതോട്ടം, ഇടയിൽ പനിനീരൊഴുകും പോലൊരു തെളിനീരിന്റെ കുതിച്ചോട്ടം. മുന്തിരി വിളയും പൂന്തോട്ടം, ഈന്തപ്പനയുടെ പൊൻതോട്ടം, ഇടയിൽ പനിനീരൊഴുകും പോലൊരു തെളിനീരിന്റെ കുതിച്ചോട്ടം. പൂന്തോട്ടത്തിനുടമസ്ഥൻ പദവി തികഞ്ഞ പണക്കാരൻ, തന്നുടെ തോപ്പും അരുവിയുമെല്ലാം തന്റേതെന്നതിമോഹിച്ചു, റബ്ബിന്നേരിനെ ലംഘിച്ചു. പൂന്തോട്ടത്തിനുടമസ്ഥൻ പദവി തികഞ്ഞ പണക്കാരൻ, തന്നുടെ തോപ്പും അരുവിയുമെല്ലാം തന്റേതെന്നതിമോഹിച്ചു, റബ്ബിന്നേരിനെ ലംഘിച്ചു. അവന്റെ പാവം ചങ്ങാതി, അറിവ് തികഞ്ഞൊരു സൽക്കർമ്മി, അള്ള കൊടുത്ത ധനത്തിലകന്ത ധരിക്കരുതെന്നുപദേശിച്ചു, വിനയം കാട്ടാൻ ശാസിച്ചു. അവന്റെ പാവം ചങ്ങാതി, അറിവ് തികഞ്ഞൊരു സൽക്കർമ്മി, അല്ല കൊടുത്ത ധനത്തിലകന്ത ധരിക്കരുതെന്നുപദേശിച്ചു, വിനയം കാട്ടാൻ ശാസിച്ചു. മറുത്തു ചൊല്ലി മുതലാളി പറഞ്ഞു, ഞാനാണധികാരി, അള്ള എനിക്കിനി വീണ്ടും നൽകും പണവും പദവിയും ഒരുപാട്, മുറിയുകയില്ല ഈ ഇടപാട്. മറുത്തു ചൊല്ലി മുതലാളി പറഞ്ഞു, ഞാനാണധികാരി, അല്ല എനിക്കിനി വീണ്ടും നൽകും പണവും പദവിയും ഒരുപാട്, മുറിയുകയില്ല ഈ ഇടപാട്. മണ്ണാൽ നിന്നെ സൃഷ്ടിച്ചു മഹിമ തികഞ്ഞവൻ അല്ലാഹു, മരിച്ചു ചെന്നാൽ പരലോകത്തിൽ നിന്റെ കണക്കുകൾ കാണിക്കും, നരകം തന്നവൻ ശിക്ഷിക്കും. മണ്ണാൽ നിന്നെ സൃഷ്ടിച്ചു മഹിമ തികഞ്ഞവൻ അല്ലാഹു, മരിച്ചു ചെന്നാൽ പരലോകത്തിൽ നിന്റെ കണക്കുകൾ കാണിക്കും, നരകം തന്നവൻ ശിക്ഷിക്കും. ചിരിച്ചു തള്ളി മുതലാളി, മരിക്കുമെന്നോ ചങ്ങാതി, പരലോകത്തിലും എനിക്ക് വീണ്ടും പദവികൾ നൽകും അല്ലാഹു, മുതലുകൾ നൽകും അല്ലാഹു. ചിരിച്ചു തള്ളി മുതലാളി, മരിക്കുമെന്നോ ചങ്ങാതി, പരലോകത്തിലും എനിക്ക് വീണ്ടും പദവികൾ നൽകും അല്ലാഹു, മുതലുകൾ നൽകും അല്ലാഹു. കഷ്ടം ഒരു നാൾ തോട്ടത്തിൽ കടന്നു ചെല്ലും നേരത്തെ
കഷ്ടം ഒരു നാൾ തോട്ടത്തിൽ കടന്നു ചെല്ലും നേരത്ത് മുന്തിരി വള്ളികളീന്തക്കുലകൾ മണ്ണിലടിഞ്ഞു കിടക്കുന്നു, മുതലു നശിച്ചു കിടക്കുന്നു. കഷ്ടം ഒരു നാൾ തോട്ടത്തിൽ കടന്നു ചെല്ലും നേരത്ത് മുന്തിരിവള്ളികളീന്ത കുലകൾ മണ്ണിലടിഞ്ഞു കിടക്കുന്നു, മുതലു നശിച്ചു കിടക്കുന്നു. കരഞ്ഞു പാവം മുതലാളി, പറഞ്ഞു ഞാനാം ധിക്കാരി, പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു, പെരും വിനാശം വാങ്ങിച്ചു. കരഞ്ഞു പാവം മുതലാളി, പറഞ്ഞു ഞാനാം ധിക്കാരി, പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു, പെരും വിനാശം വാങ്ങിച്ചു. പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു, പെരും വിനാശം വാങ്ങിച്ചു. പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു, പെരും വിനാശം വാങ്ങിച്ചു. മാഷാ അല്ലാ, എത്ര മനോഹരമായാണ് അവർ ആ കഥ നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചത്. നൈമിഷികമായ ജീവിതത്തിനു വേണ്ടി ഇഹവും പരവും നഷ്ടപ്പെടുത്തി ആ എന്റെ നാശം, ആ കാലമൊന്ന് തിരികെ വന്നെങ്കിൽ എന്ന് കരഞ്ഞു വിളിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കട്ടെ.